ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങണ കാലം മുതലുള്ള ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ കാണിക്കാൻ വരുമ്പം ഒരു ഷുഗർ നോക്കിയ കടലാസും ഒരു ബി പി നോക്കിയ കടലാസും അതിൽ ബി പി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഷുഗർ നോക്കിയ ചിലപ്പോൾ എഴുതിയതേക്കാരം, ചിലപ്പോൾ പ്രിൻ്റ് ആയിക്കാരം, അങ്ങനെ ഒരു കടലാസായിട്ട് വരും. ഇവിടെ മരുന്ന് എഴുതുമ്പം വേദനക്ക് മരുന്ന് എഴുതുമ്പോൾ ഇതൊന്ന് നോക്കി എന്ന് പറയും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു 500 റുപ്യേൻ്റെ ടെസ്റ്റായി. അതിൽ കുറച്ചൊരു കൊളസ്ട്രോളും കൂടി വന്നു, ഷുഗറും കൊളസ്ട്രോളും ബി പി ആയി. പിന്നെ ഒരു 500 റുപ്യേൻ്റെ ചെക്കപ്പ് എല്ലാ ലാബിലും. ഇപ്പോൾ പൈസ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് കണ്ടുവരുന്ന ഒരു സാധനം 500 റുപ്യേൻ്റെ ഒരു ചട്ടക്കൂടുണ്ടാവും. അതിൽ കുറേ ടെസ്റ്റ് ഉണ്ടാവും, ക്രിയാറ്റിൻ, ഷുഗർ, കൊളസ്ട്രോൾ. എന്നിട്ട് നമ്മൾ മുട്ടുവേദനക്ക് മരുന്ന് എഴുതിയിട്ട് ഇതും കൂടി ഒന്ന് നോക്കി കൊടുക്കണം, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ അതിൽ നമ്മൾ ഒറ്റയടിക്കണം നോക്കല്ലേ, നമുക്ക് അത് നോക്കിയിട്ട് അടുത്താളെ നോക്കാമല്ലോ. ഈ ടെസ്റ്റ് കൂടി അതിൽ കുറേ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ നോക്കാത്ത എന്തെങ്കിലും ഒരു നോക്കി വെച്ചിട്ടുണ്ടാവും, AS കൂടുതലുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോർമലാന്ന് പറഞ്ഞാൽ പറയാം അതിൽ AS കൂടുതലുണ്ടല്ലോ. പിന്നെ അതിൻ്റെ അവസാനത്തെ പേജിൽ ഒരു ECG ഒട്ടിച്ചിട്ടുണ്ടാവും, ഒരു ECG. ആ ECG പഠിച്ചാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഓർത്തോപീഡിക്സിന് എടുത്ത്. എന്നിട്ട് അതും എന്നെ കൊണ്ട് എന്ത് ചെയ്യും, ഒന്ന് നോക്കിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ്, ഗൾഫിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരിക, ഒരു 3000 റുപ്യൊക്കെ 4000 റുപ്യ 5000 റുപ്യേൻ്റെ ഒരു ചെക്കപ്പ്. ചെറിയ ആസ്പത്രിയാണെങ്കിൽ 3000 വലിയ ആസ്പത്രിയാണെങ്കിൽ 5000 6000 7000 ഒക്കെ ഉണ്ടാവും. ഇപ്പം ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു 40000 റുപ്യേൻ്റെ ഒരു ചെക്കപ്പ് കോഴിക്കോട് തുടങ്ങിയിട്ട് രാവിലെ പോയി വൈകുന്നേരം വരെ അടിപൊളി, നല്ല അടിപൊളി ഫയലൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ കായിക്കാർ ഇതൊന്നുമല്ല, ഒരു ചെന്നൈയിലൊക്കെ പോയിട്ട് അപ്പോളോയിലൊക്കെ പോയിട്ട് 1 ലക്ഷത്തിൻ്റെ ചെക്കപ്പ് ഉണ്ട്. ഒരു 2 ദിവസമൊക്കെ അവിടെ നിന്ന് വയറ്റുന്നൊക്കെ പോയി ഫുൾ ക്ലീനാക്കി അതിലും വലിയൊരു ഫയലായിട്ട് വരും. എന്നിട്ട് ഒക്കെ സമാധാനം ആയ റിസൾട്ടാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് 10-20 കൊല്ലം കൊണ്ടുണ്ടായ ഒരു ആരോഗ്യത്തെ പറ്റിയുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാട് പറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർ അൾട്രാസൗണ്ട് ചെയ്യുന്നിട്ട് ഫാറ്റി ലിവർ ആണെന്ന് പറയും. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 കണ്ടങ്ങനെ മെലിഞ്ഞിക്കണം കാരണം, പക്ഷേ ഗ്രേഡ് 2 ഫാറ്റി ലിവർ ആയിക്കാരം. പിന്നെ അതേപോലെ തന്നെ അതിൽ ഒരു വേറെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇതൊക്കെ കൂടി ഇങ്ങനെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ബേജാറായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ കുറേ ആളുകളുള്ളത്. എന്നാൽ പിന്നെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടി വളരെയധികം പാടുപെടുന്ന ഒരു യുവതലമുറയെ കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ജിമ്മിലാണ്. എന്നാലും ഒരു 59 വയസ്സിലാണ്, ഒരു 59, 63 വയസ്സുള്ളൊരു ഉമ്മ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു വല്യമ്മ എന്നോടൊരു കാല് വളഞ്ഞിക്കണ് മോനെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ നിങ്ങൾ കണ്ടു വെച്ചു? ഞാൻ ജിമ്മിൽ പോയി ലെഗിങ്സ് ഇട്ട് കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നപ്പം കണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 63 വയസ്സുള്ള അമ്മ ലെഗിങ്സ് ഇട്ട് ജിമ്മിൽ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നിട്ട് കാല് വളഞ്ഞത് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ വന്നൊക്കെയാണ്. ആളുകൾ വളരെ ബോധവാന്മാരാണ്. ഇപ്പോൾ എല്ലാവരും എന്തോ ഒരു സുഹൃത്ത് പറഞ്ഞ് 6 പാക്ക് ആക്കാൻ വേണ്ടി പോകത്രേ. അങ്ങനെ നോക്കി അവസാനം കണ്ണാടിക്ക് നോക്കുമ്പോൾ 8 പാക്കാണ്. എങ്ങനെ എണ്ണീട്ടത് 8 എണ്ണമാണ്. അപ്പോൾ 2 ഹെർണിയും കൂടി വന്നൊക്കെയാണ്. ബലം പിടിച്ച് കൊടലൊക്കെ കൂടി പുറത്തേക്ക് അടിയാണ്. ഇതൊക്കെ എന്താ പറയുക, ഇത് 6 പാക്ക് ആക്കണ എനിക്കൊരു കാലുണ്ട്. ആ കാലം കഴിഞ്ഞാൽ വല്ലാതെ ബലം പിടിച്ചാൽ വേറെ പലതും പുറത്തേക്ക് വരും. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്താ വെച്ചാൽ ഭയങ്കരമായി ആരോഗ്യത്തിന്റെ മേലെ കടന്ന് കെട്ടിമറിയാണ്. ഇപ്പൊ നാല് സുഹൃത്ത് പറഞ്ഞു രാവിലെ എന്നും ഒരു 5 കിലോമീറ്റർ ഓടുന്നു. 5 കിലോമീറ്റർ ഓടുന്നു. നല്ല തന്നെ. ഞാൻ പറഞ്ഞതൊക്കെ മോശമാണ്, നല്ല ഇതൊക്കെ നല്ല തന്നെയാണ്. ഇപ്പൊ ഈ ഹോപ്പിയിൽ വരുന്ന ഭൂരിപക്ഷം 35-40 വയസ്സ് വരുന്ന സ്ത്രീകളുടെ മുട്ടുവേദനയുടെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഒരു ജിമ്മിൽ പോകാൻ തുടങ്ങി, ഒരു ചാട്ടം തുടങ്ങി. അങ്ങനെ പുതിയ പല കലാപരിപാടികളും ഒരു 35-40 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ തീരെ നടക്കാൻ വയ്യാതായിക്കാണ്. അപ്പം അതുകൊണ്ട് ആളുകൾ വളരെ ബോധവാന്മാരാണ്. ഇപ്പം എന്താ പറയുക, ഇതൊക്കെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പൊതുവെ ഉള്ളൊരു ആരോഗ്യമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിപ്പോൾ ഈ ചെക്കപ്പൊക്കെ ചെയ്ത് വളരെ ഉഷാറാണ്, നിങ്ങളുടെ ബോഡി പെർഫെക്റ്റ്ലി ഫിറ്റാണ്, നിങ്ങൾ ആൻജിയോഗ്രാമിൽ ഹാർട്ടിനൊരു ബ്ലോക്കും ഇല്ല, നിങ്ങളുടെ BP നോർമലാണ്, ക്രിയാറ്റിൻ നോർമലാണ്, എല്ലാം കൊണ്ട് നിങ്ങൾ ഹൈറാണ്. ഈ പറഞ്ഞ എല്ലാ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ വളരെ ഉഷാറാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു ചെന്നാൽ നമുക്ക് നരകമാണെങ്കിൽ പിന്നെ ഇപ്പം എന്താ ഇപ്പോൾ അതുകൊണ്ടൊരു കാര്യം ഈ ആരോഗ്യം കൊണ്ട്? അവിടെയാണ് നമ്മൾ ഖുർആന്റെ ആരോഗ്യ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്താ വെച്ചാൽ ഈ ജീവിതത്തെ പറ്റി നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറണം. ജീവിതം എന്നത് വളരെ ചെറിയ, വളരെ ഒരു ചെറിയ തീരെ അൺപ്രഡിക്റ്റബിൾ ആയ ഒരു ഫേസാണ്. ഒന്നാമത്തെ ഫേസ് പറഞ്ഞാൽ അത് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്, പരീക്ഷണങ്ങളുടെ ലോകമാണ്. അതിൻ്റെ ഡീഫാൾട്ട് സെറ്റിങ്സ് തന്നെ പരീക്ഷണമാണ്. ഈ ദുനിയാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ സെറ്റിങ്സിന് ഡീഫാൾട്ട് സെറ്റിങ്സ് പരീക്ഷണമാണ്. ഇവിടെ കഷ്ടപ്പാടാണ്. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് അനന്തമായ ആസ്വാദനങ്ങളുടെ ഒരു പ്രതിഫല വേദിയാണ്. അപ്പോൾ ഈ 2 സ്റ്റേജുള്ള ജീവിതത്തെയാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ മനസ്സിൽ ഫ്രെയിം ചെയ്യേണ്ടത്. നമ്മൾ ജീവിതം എന്ന് പറയുമ്പം അത് മരണത്തോടെ അവസാനിക്കുന്ന ഒരു ദുനിയാവിൻ്റെ പുറത്തേക്ക് പോയിട്ട് അത് എന്നെന്നും ജീവിക്കുന്ന അവസാനമില്ലാത്ത പരലോകം ഉൾപ്പെട്ട ഒരു ഫ്രെയിമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത്, അവന് ഷുഗർ ഉണ്ടായി. അവൻ്റെ ഷുഗർ നോക്കുമ്പം 200 ചില്ലാനാണ്.
അദ്ദേഹത്തായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജ് 4 ക്യാൻസർ കണ്ടുപിടിച്ച മാനസികാവസ്ഥയിലാണ് മൂപ്പര് നിൽക്കുന്നത്. ഷുഗർ എന്ന് പറഞ്ഞപ്പോൾ എന്താ, രക്തക്കൊയിലൊക്കെ ബ്ലോക്കായി, കാഴ്ച പോയി, മുറി വന്നു, എല്ലാ ഹാർട്ടിന് ബ്ലോക്ക് വന്നു, എൻ്റെ ജീവിതം പോയല്ലോ പടച്ചോനെ എന്നുള്ളിടത്താണ് മൂപ്പര് നിൽക്കുന്നത്. പക്ഷേ ഒരു സ്റ്റേജ് 4 ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത ആള് വളരെ സമാധാനപരമായി ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇസ്ലാം നൽകുന്ന, ഖുർആൻ നൽകുന്ന ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, അസുഖത്തെ പറ്റിയൊരു കാഴ്ചപ്പാടുണ്ട്. അത് 3 സ്റ്റെൻഡ് ഇട്ടാലും സഹോദരങ്ങളെ, നടക്കുമ്പം കിതച്ചാലും അതിനപ്പുറത്തേക്ക് കാണാനുള്ള ഒരു വിശാലത, ഒരു മാനസിക ആരോഗ്യം എന്നുള്ളത് അത് വിശുദ്ധ ഖുർആന് മാത്രം നൽകാൻ കഴിയുന്ന കാര്യമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു ആരോഗ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടതാണ്. ഈ രോഗം എന്നത് എന്തല്ല, പ്രയാസമല്ല, അത് പരീക്ഷണമാണ്. അള്ളാഹു ദറജ ഉയർത്താൻ വേണ്ടി വെച്ചതാണ്. അള്ളാഹു സ്വർഗം നൽകാൻ, ഒട്ടേറെ പ്രതിഫലം എനിക്ക് നൽകാൻ അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണ്, ഈ സമ്മാനമാണ്, വിരുന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക വളർച്ചയിലേക്ക് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആന്റെ ആരോഗ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മളെ നയിക്കേണ്ടതുണ്ട്. രോഗമില്ലായ്മ എന്ന് മാത്രമല്ല, ആരോഗ്യ സംഘടനയ്ക്ക് തന്നെ പറഞ്ഞു, രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല, സമ്പൂർണമായ മാനസികമായ ശാരീരികവുമായ സന്തുലിതാവസ്ഥ എന്നൊക്കെ പറയുമ്പോഴും അവിടെ വളരെ വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിലേക്കുള്ളൊരു മടക്കുണ്ട്, പരലോകമുണ്ട്, ഇബാദത്തുണ്ട്. അപ്പൊ ആരോഗ്യം എന്തിനാണ്? അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ് ഈ ആരോഗ്യം. അതിനാണ് ആരോഗ്യം വേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ അതിൽ ആരോഗ്യത്തെ വലിയൊരു അനുഗ്രഹമായി, കാരണം അള്ളാഹുവിനെ നന്നായി ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അനുഗ്രഹമായിട്ട് എന്ന ഖുർആന്റെ ആയത്തിൽ നിങ്ങൾ പ്രയോഗിച്ച പദമെടുത്ത് പരിശോധിച്ചാൽ മതി. നിഅ്മത്ത് എന്ന ഏകവചനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചത്. നിങ്ങൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം കണക്കാക്കാൻ നോക്കിയാൽ നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ലെന്നാണ്. ഈ കാണുന്ന ഒരു കണ്ണ്, നിങ്ങൾ ഇപ്പൊ ഈ കണ്ണിൽ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഈ കണ്ണിന്റെ ഓരോ ഭാഗവും അതിന്റെ കോർണിയ ക്ലിയർ ആയിരിക്കണം. അതിന്റെ കോർണിയമ്മ സ്ക്രാച്ച് വന്നാൽ കാണാൻ പറ്റൂല അല്ലേ? അതിന്റെ ലെൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂല അല്ലേ? അതിന്റെ റെറ്റിനക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂല. ഈ പ്രമേയ രോഗികളൊക്കെ പോയിട്ട് റെറ്റിന എന്താണ്, റെറ്റിനയിൽ കുഴപ്പമുണ്ട്, റെറ്റിന ലേസർ ചെയ്യുന്നത് എന്താ, കാഴ്ച കുറയണോണ്ടാണ്. അതെ, അപ്പൊ റെറ്റിനക്ക് പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ല, റെറ്റിന ക്ലിയർ ആയാലോ. ഒരു ദിവസം കാഷ്വാലിറ്റിയിൽ ഒരു കുട്ടീനെ പാമ്പ് പിടിച്ച് കൊണ്ടുവന്നു. പാമ്പ് പിടിച്ച് ചെറിയൊരു കുട്ടി മുറ്റത്ത് നീല നിറത്തിൽ കിടക്കണ്, അതായത് കളിക്കണ കുറച്ചു നേരം മുമ്പ് കളിക്കുന്നു, ഒരു ഒച്ചയും പുളിയൊന്നും കേൾക്കാനായിട്ട് ഉമ്മ വന്ന് നോക്കുമ്പോൾ കുട്ടി മുറ്റത്തിൻ്റെ ഒരു മൂലൊക്കെ നീല കളറായി കിടക്കണം. അങ്ങനെ അവിടുന്ന് കാഷ്വാലിറ്റി കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്താണ്, അതിന് പാമ്പ് കടിച്ച അടയാളമുണ്ട്, അങ്ങനെ മൂർഖൻ കടിച്ചതാണ്. അതിൻ്റെ ECG ലീഡ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൃദയം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ശ്വാസം നിലച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ അല്ലാത്ത നീല കളറുള്ള കുട്ടിയുള്ളത്. അങ്ങനെ കുട്ടിയെ രണ്ടാമതൊക്കെ എന്ത് ചെയ്തു, റിവൈവ് ചെയ്ത് റെസിസിറ്റേറ്റ് ചെയ്തെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുട്ടി ഡിസ്ചാർജ് ആകണം. ഒരു തമിഴ് കുട്ടിയാണ്. അന്ന് ആ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് കുട്ടിക്ക് കാഴ്ചല്ല. ആലോചിച്ച്, കുട്ടിക്ക് കാഴ്ചല്ല. കുട്ടിയുടെ സകല പരിശോധനകൾ നടത്തി, കണ്ണിന്റെ റെറ്റിനക്കോ കോർണിയക്കോ ഒപ്റ്റിക് നെർവിനോ ഒന്നിനൊരു ഡാമേജ് ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ കുട്ടി കാണുന്നില്ല. അപ്പൊ എന്താ പറയുക, വിഷ്വൽ കോർട്ടക്സ് എന്ന തലച്ചോറിന്റെ ബാക്കിലൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് നമ്മൾ കണ്ട കാര്യങ്ങളെ അനലൈസ് ചെയ്ത് നമുക്ക് കാഴ്ച തരുന്നത്. ആ തലച്ചോറിന്റെ ആ ഭാഗമാണ്. അങ്ങോട്ടുള്ള രക്തോട്ടം നശിച്ചു പോയതായിട്ട് MRI കണ്ടു എന്നാണ്. അപ്പോ ഇത്രയും സംവിധാനങ്ങൾ വർക്ക് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണുന്ന സാധനം അതൊരു ഫാനാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങളെ മെമ്മറിയുമായിട്ട് വിഷ്വൽ കോർട്ടക്സ് ലിങ്ക് ചെയ്യണം. അപ്പൊ മുമ്പ് കണ്ടൊരു സാധനം ആകുമ്പോൾ അത് ഫാനാണെന്ന് മനസ്സിലാകും അല്ലേ? ഫാൻ കാണാത്തൊരാൾക്ക് ഫാൻ കാണിച്ചിട്ട് എന്താ പറയാ, എന്തൊരു സാധനം തിരിയുണ്ടെന്നാ പറയാ, കാരണം ഫാനിലുള്ള മെമ്മറി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു കാഴ്ച ഉണ്ടാകുന്നത്. അതാ പടച്ചോൻ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം കണക്കാക്കാൻ നോക്കിയാൽ അത് എന്താണ് നിശ്ചയിക്കാൻ പറ്റും, നിങ്ങൾക്ക് സാധിക്കൂല എന്നാണ്. അള്ളാഹുവിന്റെ ഒരനുഗ്രഹത്തെ പോലും നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാണ്. അത്രയും ഇപ്പൊ പേഷ്യൻസ് വന്നിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇപ്പൊ നമ്മള് എൻ്റെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ പറയും, ഒരാളിപ്പോൾ നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളാണുള്ളത് അല്ലേ? തലച്ചോറിൽ രക്തോട്ടം കുറഞ്ഞാൽ നടക്കാൻ പറ്റൂല, സ്ട്രോക്ക് വരും അല്ലെ? അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന സിഗ്നലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ, മോട്ടോർ ന്യൂറോൺസിന് പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല അല്ലേ? അതിന് താഴെ സ്പൈനൽ കോഡ് നിങ്ങോട്ട് വരുന്ന ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഉണ്ട്, നെർവ് ഒന്ന് മസിൽമേ ഒരു മൾട്ടിപിന് പോലത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കുറെ വരുന്ന ഈറ്റൻ ലാംബർട്ട് മയസ്തീനിയ കുറെ അസുഖങ്ങളുണ്ട്. ആ ജംഗ്ഷനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നെർവിലൂടെ വരുന്ന ഇലക്ട്രിക് സിഗ്നൽ മസിലിലേക്ക് മെക്കാനിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യൂല, നടക്കാൻ പറ്റൂല. മസിലിന് അസുഖം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല. ഈ സിഗ്നൽ ക്യാരി ചെയ്യുന്ന സോഡിയത്തിന് പ്രശ്നം നടക്കാൻ പറ്റൂല, പൊട്ടാസ്യത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂല അല്ലേ? ഇത്രയും കാര്യങ്ങളുണ്ട്. ജോയിന്റിന് പ്രശ്നം നടക്കാൻ പറ്റില്ല, എല്ലിന് പ്രശ്നം നടക്കാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരാളെ കൈ ഇളകില്ല എന്ന് പറയുമ്പം ഇത്രയും കാര്യങ്ങൾ ആലോചിക്കണം. ഒരു കൈ ഇളകുക എന്ന് പറഞ്ഞാൽ എന്തല്ല, അത്ര സിമ്പിൾ അല്ല.
അപ്പോൾ ഇതൊക്കെ ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ കണക്കാക്കണം. ഇതൊക്കെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിനയാന്വിതനാവും, നമ്മൾ നന്ദി കാണിക്കും, നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ, സൃഷ്ടാവിനെ അംഗീകരിക്കും, ആ റബ്ബിനെ മനസ്സിലാക്കും, ആ റബ്ബിനെ അംഗീകരിക്കും, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കും, അത് അവയവങ്ങളിലൂടെ സൽക്കർമ്മങ്ങളായി ഇബാദത്തുകളായി അത് പുറത്തേക്ക് വരുന്നതാണ് അല്ലേ? ഒരാൾ മുസ്ലിമാകുന്ന സന്ദർഭത്തിൽ അയാളെ ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം ഇങ്ങനെ മുസ്ലിങ്ങളുടെ ആരാധനാ രീതി, നിസ്കാരം കണ്ടപ്പം അദ്ദേഹം തൻ്റെ മുസ്ലിമായ സുഹൃത്തിനോട് ഒരിക്കൽ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണേ അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ മറ്റു മതസ്ഥരൊക്കെ പ്രാർത്ഥിക്കണ പോരെ, ഇങ്ങനെ ധ്യാനിച്ചാൽ പോരെ, ഇതെന്താ ഇങ്ങനെ കൂത്തം വരെ നിൽക്കാതിരിക്കുക അല്ലേ? അപ്പോൾ നിസ്കാരം നോക്കുമ്പോഴാണ് ഈ നിസ്കാരത്തിന് നിക്കരിക്കുക എന്ന് പേരുണ്ടായതല്ല, അങ്ങനെ നിൽക്കാതിരിക്കുക അങ്ങനെ നിക്കരിക്കലായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരെ നമസ്കാരം ആക്കിയതാണ്. അപ്പൊ എന്താണ് ഈ നിൽക്കാതിരിക്കുക? എന്താണ് അത്? അയാൾ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ അള്ളാഹു മനസ്സിനെ മാത്രമല്ല സൃഷ്ടിച്ചത് എന്നാണ്, അള്ളാഹു ശരീരത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരത്തോണ്ടൊക്കെ അള്ളാഹുവിനെ ആരാധിക്കും എന്ന് അദ്ദേഹം മറുപടി ലോജിക്കലായിട്ട് അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം എഴുതിയതേ ഒരിക്കൽ വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള നന്ദിയാണ്, ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബിനുള്ള നന്ദിയാണ് ജീവിതം. ആ ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ആരോഗ്യം, നിങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കണ ഈ ആരോഗ്യം ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ വളരെ വളരെ ചെറിയ നിർദ്ദേശങ്ങളെ നൽകിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ലോകത്ത് എക്കാലത്തും പ്രായോഗികമായി. എന്നിപ്പോൾ ഞാൻ എൻ്റെ കാർഡിയോളജിസ്റ്റിനോട് എനിക്ക് ചോദിച്ചു, അല്ല എന്താണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ? എനിക്ക് ബിരിയാണി അങ്ങനത്തതാണ്, മന്തി അങ്ങനത്തതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞെന്തരോ, ഇഷ്ടമുള്ള ഭക്ഷണം കുറച്ച് കഴിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് പോളിസി. ഇഷ്ടമല്ലാത്തത് ഇങ്ങനെ ചോറ് ഇഷ്ടമല്ലെങ്കിൽ ചോറ് നടങ്ങാറാണ്ട, ചപ്പാത്തി ഇഷ്ടമല്ലെങ്കിൽ ചപ്പാത്തി നടങ്ങാറാണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോളി, പക്ഷെ കുറച്ചേ കഴിക്കാൻ പാടും. അപ്പോൾ തോനെ തിന്നണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇടക്കിടക്ക് തിന്നാ. നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി അടിക്കണം, മട്ടൻ ബിരിയാണി അടിക്കണം എന്നുണ്ടോ, നിങ്ങൾ 12 മണിക്ക് തുടങ്ങിക്കോളി. 12 മണിക്ക് 2 ഉരുള തിന്നാ, 12:30 ഒരു ഉരുള തിന്നാ, 1 മണിക്ക് ഒരു ഉരുള തിന്നാ, അങ്ങനെ ഒരു 3:30 വരെ നിങ്ങൾ ആ ബിരിയാണിയാണ് തീർത്താളി. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഷുഗർ പീക്ക് ചെയ്യൂല, ഒരിക്കലും ഷുഗർ ഒന്നായിട്ട് പീക്ക് ചെയ്യൂല. അങ്ങനെ അപ്പോൾ തിന്നാൻ ഓപ്ഷൻ ഉണ്ട്. കുലു വഷ്റബു വലാ തുസ്രിഫു എന്നുള്ളത് എക്കാലത്തും പ്രസക്തമായ ഇസ്ലാമിന്റെ തത്വമാണ്. നിങ്ങൾ ഇടങ്ങാറായിട്ട് ചാമയൊക്കെ കുടിച്ച ആൾക്കാർ കഷ്ടപ്പെടണ് അല്ലേ? ചാമിങ്കോ എന്തൊക്കെ രാത്രി പലതും കുത്തി കലക്കി കുടിച്ചുകാണ്ട് കുറച്ച് മാറി ഒരു അരക്കോരി ചോറുന്നോളി. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മറ്റു സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാൽ മതി, കാലറി കുറവുള്ള സാധനങ്ങൾ. അതിന്റെ സൈഡിൽ ക്യാരറ്റും കക്കരിക്കും കുറെ സാധനങ്ങൾ അതിന്റെ സൈഡിൽ വെച്ചിട്ട് അതിന് നടുവിൽ ഇത്തിരി ചോറുണ്ടായിക്കോട്ടെ ഒരു സന്തോഷത്തിന്. എന്തിനാ നിങ്ങൾ ഇടങ്ങേറാണ്? കുലു വഷ്റബു വലാ തുസ്രിഫു, അമിതാകാൻ പാടില്ല. ഇതൊക്കെ കൂടി തിന്നിട്ട് പിന്നെ അതിന്റെ മേലെ ജ്യൂസ് കുടിച്ചാൽ, അതിന്റെ മേലെ ചക്കന്ന മാങ്ങന്ന, ഈ ഷുഗറുള്ള കാലം, ഈ ചക്കയും മാങ്ങി തിന്ന കാലത്ത് ഷുഗർ നോക്കി റിസൾട്ട് ഉണ്ടാവും, പുറത്തേക്ക് കാണിച്ചു തരില്ല. ഷുഗർ നോക്കിക്കണ് കൂടുതലാണെന്നറിയാം. അപ്പം എന്തേമ്മ, അതിപ്പോൾ ചക്കൻ്റെ കാലല്ലേ, നല്ല മാങ്ങ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അമേരിക്കയ്ക്ക് മാങ്ങ കയറ്റി വയ്ക്കാത്തതുകൊണ്ട് കേരളക്കാർ ഏറ്റവും നല്ല മാങ്ങ എന്ന കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം. എനിക്കറിയാം എല്ലാ സ്ഥലത്തും നല്ല മാങ്ങയായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഷുഗറും കൂടുതലായിരുന്നു. ഷുഗറിൻ്റെ റിസൾട്ട് തന്നെ കാണിച്ചു തരില്ല, അത് നല്ലൊരു മാങ്ങ എന്നാണ് അറിയും. അതിപ്പോൾ എന്താ നല്ലൊരു മാങ്ങ എന്നാണ്. അപ്പോൾ സഹോദരങ്ങൾ മാങ്ങ തിന്നോളി, പക്ഷെ എന്ത് ചെയ്യരുത്? ആ ചപ്പാത്തി തിന്നരുത്. ആ ചപ്പാത്തിക്ക് പകരം എന്ത് ചെയ്യുക? ആ ഒരു മാങ്ങ തിന്നുക. മേപ്പടി അയച്ച് എന്ത് ചെയ്യരുത്? കാലറി അടിച്ചു പിന്നരുത്. ഈ ഫലൂഡ, ഐസ്ക്രീം, ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ അത് തിന്നാൻ പൂതിയുണ്ടെങ്കിൽ അത് മാത്രമാക്കുക. അതായത് ടോട്ടൽ കാലറി എന്ന് എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്, കുലു വഷ്റബു വലാ തുസ്രിഫു. ഞാൻ ഈ ഓർത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അയാൾ നോൺ മുസ്ലിമാണ്. അപ്പോൾ അയാളിങ്ങനെ ആൾക്കാർക്ക് എപ്പോഴും എന്താ വെച്ചാൽ എല്ലൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുമ്പോഴേ എന്താ തിന്നാൻ പറ്റുക, എന്താ തിന്നാൻ പറ്റുക, അതാണ് കാര്യമായിട്ടുള്ള ചോദ്യം. നമ്മളെ റൂമിൽ കയറുമ്പോൾ അതാ ചോദിക്കുക, എന്തൊക്കെ തിന്നാൻ പറ്റും? അപ്പോൾ ഒരു സാധു ചോദിച്ചെന്താ, നിങ്ങൾ ഒരു പട്ടരാണ്, സാമ്പാർ കൂട്ടാൻ പറ്റുമോ? സാമ്പാർ കൂട്ടാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. അപ്പോൾ എൻ്റെ പ്രൊഫസർ പറഞ്ഞു, സാമ്പാർ കൂട്ടാ പരിപ്പിടരുത്, സാമ്പാർ കൂട്ടാ പരിപ്പിടരുത്. അപ്പോൾ ഞാനിത് ഓടിയും വായിച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ നെറ്റ് നോക്കിയിട്ടൊന്നും അങ്ങനെ കാണില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് മെല്ലെ സാറോട് ചോദിച്ചു, എന്താ ഈ പരിപാടി ചോദിച്ചു. അതിപ്പോൾ ഞാൻ സാമ്പാർ കൂട്ടണ്ടായിരുന്ന അവനൊരു വില ഉണ്ടാവില്ല, അപ്പോൾ സാമ്പാർ കൂട്ടണ്ട പരിപ്പിടണ്ടായിരുന്ന ഒന്നുകൂടി ഒരു വില ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരോ ആൾക്കാർ എന്താ കൂട്ടാൻ പറ്റുക. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കും, സാർ എന്താ തിന്നാൻ പറ്റുക? ഹലാലൻ തൊയ്യബൻ. എത്ര 2 വാക്കിൽ ക്ലിയർ ആണ്. ഹലാലായതൊക്കെ തിന്നോളി അല്ലേ, തൊയ്യബായതൊക്കെ തിന്നോളി. എന്തായാലും നമ്മുടെ ശരീരത്തിന് കേടുണ്ടാകുന്ന ജാതി സാധനങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, തിന്നണ്ട. തൊയ്യബ് എന്നതാണ്, ഹലാൽ എന്നണ്ട, ഹലാലായത് തിന്നാൻ പാടുള്ളൂ. പ്രാർത്ഥന സ്വീകരിക്കട്ടെ, നമ്മുടെ ജീവിതം ഇബാദത്തല്ലേ, മരിച്ചു പോകേണ്ട സഹോദരങ്ങളെ. അപ്പോൾ എത്ര ക്ലിയർ ആണ് ഖുർആന്റെ മെസ്സേജ്. ആ ഹലാലായത് തിന്നിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ, അത് തടിമ പിടിച്ചാലേ ആ നരകത്തേക്കാണ് പോവുക. പ്രാർത്ഥന വരെ സ്വീകരിക്കാത്ത നിന്യമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ തിന്നുമ്പോൾ അത്ര നിബന്ധന ഉള്ളൂ. ഇത് ഹലാലാണോ, ഇത് നമ്മളെ മേത്തേക്ക് എടുക്കൂലേ എന്നാണ്. പണ്ടൊക്കെ നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർ വരെ ബീഡിയിൽ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു, ബീഡിയും സിഗരറ്റൊക്കെ വെച്ചിന്. ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉസ്താദിനെ കാത്തുക്കും, മൗലവിനെ കാത്തുക്കുമ്പോൾ മൗലി ആളായോ എന്ന് ചോദിച്ചാണ്ട് ഇങ്ങനെ ആ മരത്തിന്റെ ബാക്കിൽ പോയിക്കണം, എന്നിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കണം. ഇന്നൊരു യുവ പണ്ഡിതന്മാർ സിഗരറ്റ് വലിക്കണം കാണില്ല. വലാത്തഖ്തുലൂ അൻഫുസക്കും അല്ലേ, നിങ്ങളെ തന്നെ കൊന്നു കളയരുത്. കാരണം പുകവലി അത് ലങ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് 100% തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്
അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞുകൊണ്ട് പുകവലിക്കുക എന്നുള്ളത് എന്താണ്? അത് കേടനെയാണ്. നിങ്ങളെ കൊന്നുകളയുന്നത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ വലിയ അമാനത്താണ്. എത്ര ആളുകളാണ് ആരോഗ്യത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ തയ്യാറാണ് അല്ലേ? ഞാൻ അറിയുന്നത് എൻ്റെ ഒരു പ്രൊഫസർ എന്ത് ചെയ്താൽ ഹാർട്ടും ലങ്ങും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. 30 കോടി റുപ്യ എടുത്തിട്ട് അമേരിക്കയിൽ പോയിട്ട് 30 കോടി റുപ്യ കൊടുത്തിട്ട് 79ാമത്തെ വയസ്സിൽ ഹാർട്ടും ലങ്ങും ഒന്നായിട്ട് മാറ്റി വെച്ചേക്കാം. ഇനി എത്ര കാലം ജീവിക്കും? ഒരു പുരുഷായുസിൽ 30 കോടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോന്നാണ് ഞാൻ പാലിക്കുന്നത്. അത്രയും വില നിങ്ങൾ കൊടുക്കും. നിങ്ങളെടുത്ത് കോടി ഉണ്ടെങ്കിൽ 79 വയസ്സിൽ കുറച്ചുകൂടി പിടിച്ചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യത്. നമ്മൾ ചെയ്യും. കാരണം ഞാൻ പണ്ട് പ്രാർത്ഥിച്ചെന്തറിയോ, ഞാൻ എൻ്റെ ഫോണിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എഴുതി ചെയ്തെന്തറിയോ, ഒരു 60 വയസ്സ് വരെ എന്നെ ജീവിപ്പിക്കണേ എന്നാണ്. എന്നിട്ട് മക്കത്തുനിന്ന് ഷഹീദാക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിനെ. ഒരു 40 ആയപ്പച്ച് പേടിയായി, ഞാൻ മാറ്റി. ഞാൻ 65 ആക്കി, ഇപ്പൊ ഞാൻ 70 ആക്കി. ഇപ്പൊ ഞാൻ അങ്ങനെ വയസ്സരല്ല. പിന്നെ മക്കത്തേക്ക് പോകാൻ പേടിയായി. എന്ത്? എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഓ പറയുന്നത് വെച്ചാൽ മക്കത്തുനിന്ന് ചെയ്താണെന്ന് അവൻ്റെ ആഗ്രഹം. അതിന് എല്ലാ കൊല്ലം ഓൻ പോയി നോക്കും വെക്കേഷനിൽ മരിച്ചോന്നറിയാൻ വേണ്ടിയിട്ട്. അത് വല്ലാത്തൊരു ധൈര്യമാണ്. ഞാൻ പോകാതായി, പിന്നെ പേടിച്ചിട്ട് മരിച്ചോന്ന് പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥന തന്നെ നിർത്തി. അങ്ങനെ മക്കത്തുനിന്ന് മരിപ്പിച്ചാലും പിന്നെ വയസ്സൊക്കെ പറയലേ. അത്ര ജീവിതത്തോട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ പോകാൻ തോന്നൂല ഇവിടുന്ന്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് എന്താ നിങ്ങൾ ഈ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മളായിട്ട് നശിപ്പിക്കരുത്. വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ എങ്ങനെ? പടച്ചോന് നന്ദി കാണിക്കലാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അത് ഇബാദത്തും ദിക്റും. ഇപ്പോൾ നമ്മൾ പറയുന്നത് പ്രയാസം ഉണ്ടാവും. നേരത്തെ ഇവിടുത്തെ ആൾ പറഞ്ഞു മനസ്സമാധാനം കിട്ടാൻ. അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നേരത്തെ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ അസ്വസ്ഥനായ മനുഷ്യരോട് നമുക്ക് പറയാനുള്ള പോയിന്റ് അതാണ്. അലാബി നമ്മൾ പറയും അള്ളാഹിനെ ഓർത്താ സമാധാനം കിട്ടുന്നു. അത് ദിക്ർ ചെല്ലുന്നോണ്ടതല്ല. എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്നുള്ളതാണ്. ഈ നിയന്താവിനെ മറക്കുന്നതാണ് സ്ട്രെസ്സിന്റെ കാരണം. നമ്മൾ വിചാരിച്ചാണ് അവിടെ പോയാൽ ശരിയാവും, ഇവിടെ പോയാൽ ശരിയാവും. അള്ളാഹു വിചാരിച്ചാലേ ശരിയാവുള്ളൂ. അള്ളാഹിനോട് പറഞ്ഞാൽ മതി. എൻ്റെ കാര്യം ഏറ്റവും അറിയുന്നവൻ ആരാണ്? എൻ്റെ റബ്ബാണ്. അതിന് ഏറ്റവും നല്ല പരിഹാരം അറിയുന്നവരാരാണ്? എൻ്റെ സഫറിങ്സ് ഏറ്റവും നന്നായി കാണുന്നതാരാണ്? എൻ്റെ റബ്ബാണ്. അതിന് പരിഹാരം അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്നവനാരാണ്? അത് അള്ളാഹു ഖദീറാണ് അല്ലേ? അങ്ങനത്തെ ഒരു ബോധമാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതാണ് നേരത്തെ പറഞ്ഞ നഫ്സും മുത്മഇന്ന എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല നാളെ മരിച്ചു പോകുമ്പം നല്ല ഫുൾ ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് ഇല്ലാതെ അല്ലേ, എല്ലാ കൊളസ്ട്രോളും ഒക്കെ നോർമലായിക്കൊണ്ട് ക്രിയാറ്റിനൊക്കെ നോർമലായിട്ട് മരിച്ചാൽ സ്വർഗം കിട്ടുന്ന ഓടി പറഞ്ഞിട്ടില്ല അല്ലേ? കൽബുൻ സലീമുമായ ഒരു ഹൃദയമായിട്ട് നാളെ പടച്ചോനെ കാണണം. അതെന്താണ്? അത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ശുബ്ഹാത്തിൽ നിന്നും ശഹവാത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഹൃദയമാണ് അല്ലേ? എന്താ ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾക്ക് അടിമപ്പെടാത്തൊരു ഒരു ഹൃദയം അല്ലേ? ശുബ്ഹാത്ത് ഉണ്ടാകാത്ത, അള്ളാഹുവിനെയും റസൂലിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഈമാൻ കാര്യത്തിൽ ഒരുപോലെ സംശയം ഉണ്ടാക്കാത്ത യഖീനുള്ള ഒരാൾ, അതാണ് കൽബുൻ സലീം അല്ലേ? നഫ്സുൻ മുത്മഇന്ന, സമാധാനമടഞ്ഞൊരു മനസ്സ്, മനഃശാന്തി, അള്ളാഹിനെ പറ്റി ഓർത്തിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പടച്ചോനാണ്. ആരെന്തും ചെയ്തോട്ടെ, എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എൻ്റെ പടച്ചോനെ എനിക്ക് മാർഗം ഉണ്ടാക്കി തരും. ഈ പരീക്ഷണങ്ങളൊക്കെ എനിക്ക് പോസിറ്റീവായി. അപസ്മാരം പിടിച്ച ഒരു സ്ത്രീ വന്ന് നബിനോട് പറയാണ്, നബിയെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അപസ്മാരം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പം അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ച ചോദ്യം തരങ്ങൾ, ഈ അപസ്മാരം പ്രാർത്ഥിച്ചിട്ട് മാറുകയാണോ വേണ്ടത്, അത് സഹിച്ച് സ്വർഗം കിട്ടുകയാണോ വേണ്ടത്? ഓപ്ഷനെ കൊടുത്തിട്ട് ആ സ്ത്രീ തിരഞ്ഞെടുത്തത് എന്താണ്? സ്വർഗ്ഗമാണ് തിരഞ്ഞെടുത്തത്. ഇത് സഹിച്ചങ്ങനെ ജീവിച്ചാൽ സ്വർഗം കിട്ടുന്ന ആ സ്ത്രീ തിരഞ്ഞെടുത്തത്. പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപസ്മാരം ഉണ്ടാവും, എൻ്റെ ഹിജാബ് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. ആ അപസ്മാരം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. സഹോദരങ്ങൾ, എന്താണ്? സ്വർഗമാണ് അപസ്മാരത്തിന്റെ കഷ്ടപ്പാടിനേക്കാൾ വലുത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണത്. അത് വല്ലാത്തൊരു തിരിച്ചറിവാണ് അല്ലേ? നാളെ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന രണ്ടാളുകൾ ആരാണ് അറിയുന്നത്? ഒന്ന് ഷഹീദാണ്, മറ്റേതോ ക്ഷമയിൽ, പരീക്ഷണങ്ങളിൽ, തീച്ചൂളകളിൽ ക്ഷമിച്ച ആളുകൾ. അവർക്ക് അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും അല്ലേ? ക്ഷമക്കുള്ള പ്രതിഫലം ബിഗൈരി ഹിസാബാണ്, കണക്കില്ല. ബാക്കിയൊക്കെ കണക്കുണ്ട്, 1, 10, 70, 700 അത്രേ ഉള്ളൂ. അങ്ങനെ കണക്കുണ്ട് എല്ലാത്തിനും. പക്ഷെ കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും. പ്രതിസന്ധികളിൽ ക്ഷമിച്ച ആളുകൾക്ക് അള്ളാഹു കണക്ക് നോക്കാതെ. ഈ രണ്ടാളുകൾ നാളെ സ്വർഗം കിട്ടുമ്പം നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ്. ഷഹീദ് പറയും, ഞാൻ ഒന്നുകൂടി ദുനിയാവിലേക്ക് പോയിട്ട് ഒന്നുകൂടി ഷഹീദായിട്ട് വരാമെന്ന് പറയും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പറയോ സ്വർഗത്തെ താക്കോലും വാങ്ങി മണ്ടൂല നമ്മള് സ്വർഗത്തേക്ക്? ആരാ പിന്നെ അവിടെ നെഗോഷിയേഷൻ നിൽക്കുക, വർത്താനത്തിരിക്കുക? ക്ഷമയിൽ ആ ദുനിയാവിൽ കടുത്ത പരീക്ഷണങ്ങളിൽ കടന്നു പോയിട്ട് ഒരാൾ സ്വർഗം കിട്ടുമ്പോൾ അയാൾ പടച്ചവനോട് പറയും, ഒന്നുകൂടി ഞാൻ ദുനിയാവിലേക്ക് പോയിട്ട് കുറച്ചുകൂടി ഇടങ്ങേറ് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി വരാം. എന്ത് ഈ പ്രതിഫലത്തിന്റെ വലിപ്പം കണ്ടിട്ട് ഇതൊക്കെ എന്താ നമുക്ക് നൽകുന്ന മെസ്സേജ്? ഇതൊന്നും നഷ്ടമല്ല എന്നാണ്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൂടെ മാനസികമായ ശാരീരികമായ ആരോഗ്യത്തിലൂടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലെ ആരോഗ്യപരമായി അങ്ങനെയാണ് ഇടപെട്ടുള്ളത്.